കേരള സിലബസ് 10ാം ക്ലാസ്സിലെ സമാന്തര ശ്രേണികളിലെ ഒരു ശ്രേണിയിലെ പൊതു വ്യത്യാസം എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ള മറ്റൊരു ഫോർമുലയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. x1, x2, x3, x4, x5 എന്നിങ്ങനെ 5 പദങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അവസാനത്തെ പദവും ആദ്യ പദവും അറിയാമെങ്കിൽ പൊതുവ്യത്യാസം എങ്ങനെ കണ്ടുപിടിക്കുക? d = അവസാനത്തെ പദം മൈനസ് ആദ്യത്തെ പദം ഹരിക്കണം n-1. n എന്നാൽ പദങ്ങളുടെ എണ്ണമാണ്. ഇനി ഈ ഒരു സീരീസിലെ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കൂ. ഇവിടെ xn എന്നാൽ 10 അവസാനത്തെ പദമാണ് xn, അത് 10. x1 എന്നാൽ 2, ഒന്നാമത്തെ പദം 2. ഇനി പദങ്ങളുടെ എണ്ണം നോക്കൂ. 1, 2, 3, 4, 5, ആകെ 5 പദങ്ങളുണ്ട്. ഇനി നമുക്ക് xn മൈനസ് x1 ഡിവൈഡഡ് ബൈ n-1 എന്ന ഫോർമുല എഴുതുക. xnന് പകരം 10 എഴുതുക. 10 മൈനസ് x1ന് പകരം 2 എഴുതുക. ഹരിക്കണം n-1, അതായത് 5 - 1. ഇപ്പോൾ നോക്കൂ, 10 - 2 8, ഹരിക്കണം 5 - 1 4. 8/4 2, അതായത് പൊതുവ്യത്യാസം 2 എന്ന് കിട്ടി.